നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ബ്രസീലിയൻ സൂപ്പർ താരം റയൽ മാഡ്രിഡിൽ നിന്ന് പുറത്തായേക്കുമെന്നുള്ള വാർത്തകൾ വരുന്നു. ഹോസെ മൊറീഞ്ഞോക്ക് അദ്ദേഹത്തിൽ താല്പര്യമില്ല, മൊറീഞ്ഞോ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള പ്രൊഫൈലല്ല താരത്തിൻ്റേത് എന്നാണ് മാർക്ക് റിപ്പോർട്ട് ചെയ്യുന്നത്. അവരെ ഉദ്ധരിച്ചുകൊണ്ട് ഈ കാര്യം ഇപ്പോൾ ബ്രസീലിയൻ മാധ്യമം ഗ്ലോബോയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ബ്രസീലിലെ വളരെ ക്രെഡിബിലിറ്റിയുള്ള മാധ്യമമാണ് ഗ്ലോബോ, നിങ്ങൾക്കറിയാലോ. അതുപോലെ തന്നെയാണ് മാഡ്രിഡുമായി ബന്ധപ്പെട്ട വാർത്തകൾക്ക് നമുക്ക് വിശ്വസിക്കാവുന്ന മാധ്യമമാണ് മാർക്ക്. അവരാണിപ്പോൾ ഈ കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത്. എൻട്രിക്കിൻ്റെ കാര്യമാണ് പറയുന്നത്. അതായത് റയൽ മാഡ്രിഡിൽ നിന്ന് എൻട്രിക്ക് വീണ്ടും ഒരു ലോണിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലോ പുറത്തു പോകാനുള്ള സാധ്യതയുണ്ട്. ലോണോ അല്ലെങ്കിൽ പെർമനൻ്റ് ഡീലിലോ പുറത്തു പോകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് അവർ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിൻ്റെ കാരണം ബ്രസീലിയൻ സ്ട്രൈക്കർക്ക് ഇതുവരെ ഹോസെ മൊറീഞ്ഞോ ഇംപ്രസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. എൻട്രിക്ക് മൊറീഞ്ഞോ ആവശ്യപ്പെടുന്ന തരത്തിലുള്ളൊരു പ്രൊഫൈലല്ല. അപ്പം അതുകൊണ്ട് തന്നെ പെക്കിംഗ് ഓർഡറിൽ താരം താഴെ പോകാനാണ് സാധ്യത. കാർലോസ് എസ്പിയുടെ സൈനിങ്, ഗോൺസാലോ ഗാർഷ്യ പോയ ഉടനെ തന്നെ കാർലോസ് എസ്പിയെ സൈൻ ചെയ്തിരിക്കുന്നത് കോച്ചിൻ്റെ ആവശ്യപ്രകാരമാണ്. മൊറീഞ്ഞോക്ക് വേണ്ട ഒരു സെൻറ്റർ ഫോർവേഡ് എന്ന് പറഞ്ഞാൽ നല്ല ഫിസിക്കൽ സ്ട്രെങ്ത് ഉള്ള, നല്ല ഉയരമൊക്കെയുള്ള ഒരു സ്ട്രൈക്കറാണ്. പക്ഷേ ബ്രസീലിയൻ ഡസ് നോട്ട് ഫിറ്റ് ദാറ്റ് സ്റ്റൈൽ എന്ന് തന്നെ കൃത്യമായിട്ട് മാർക്ക് റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ ഈ സിറ്റുവേഷൻ അധികം വൈകാതെ തന്നെ എൻട്രിക്ക് പുറത്താവാനുള്ള സ്ഥിതിയിലേക്കാണ് പോകുന്നത്. ഈ സെനാരിയോ കഴിഞ്ഞ തവണ എൻട്രിക്ക് ഉണ്ടായിരുന്ന അതേ അവസ്ഥയിൽ തന്നെയാണ് ഒടുവിൽ അദ്ദേഹം ലിയോണിലേക്ക് ലോണിൽ പോകുന്ന അവസ്ഥയുണ്ടായി. ഏതാണ്ട് അതേ ഒരു സിറ്റുവേഷൻ തന്നെയാണ് ഇപ്പോഴും ഉള്ളത് എന്നാണ് ഇപ്പം മാർക്ക് റിപ്പോർട്ട് ചെയ്യുന്നത്. അവർ ഉദ്ധരിച്ചുകൊണ്ട് ഗ്ലോബോയും അത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും ഇന്ന് ഫാരന്റീനയ്ക്കെതിരെ കളിക്കാനുള്ള സ്ക്വാഡിൽ എൻട്രിക്കിനെ കോച്ച് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്ലേയിങ് ടൈം ലഭിച്ചാൽ എങ്ങനെ അദ്ദേഹത്തിന് കോച്ചിനെ ഇംപ്രസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.